പിള്ളേരെ ഒരു രൂപ പോലും വിടരുത്. എല്ലാം എടുത്തോ. പോവാ. സാറേ, ഷേർ സിംഗ് ബാങ്കും കൊള്ളയടിച്ച് ഹൈവേ വഴി രക്ഷപ്പെടുവാണ്. പ്രൊഫസർ, ബാങ്കിലേക്ക് പോകൂ. ഇത്രയും പെട്ടെന്ന് ബാങ്ക് മോഷണം ചെയ്തത് കൊണ്ട് ഗട്ടു ബട്ടൂണും ഇൻസ്പെക്ടർ മൻമാനി സാറിനും നമ്മളെ പിടിക്കാൻ കഴിഞ്ഞില്ല. കൺഗ്രാറ്റുലേഷൻസ് പിള്ളേരെ, ഓപ്പറേഷൻ സക്സസ്. എന്റെ ഈശ്വരാ, ഗട്ടു, എന്റെ ഉറ്റ സുഹൃത്തേ, എന്റെ സിക്സ്ത് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നം വരാൻ പോകുന്നു എന്ന്. പക്ഷെ എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ളത് വരെ ഇവിടെ യാതൊരു പ്രശ്നവും വരില്ല. നിങ്ങൾ ചെല്ലു, ചെന്ന് നിങ്ങളുടെ ജോലി നോക്കൂ. പ്ലെയിൻ എന്തിനാണ് നിർത്തിയത് പ്രൊഫസറെ? ഞാൻ കരുതിയത് ഓടിക്കൊണ്ടിരിക്കുന്ന പ്ലെയിനിൽ നിന്ന് എടുത്ത് തുള്ളിയെന്ന് എനിക്ക് പരിക്ക് പറ്റുന്നായിരുന്നു. കുഴപ്പമില്ല, മുകളിലേക്ക് വരൂ. വേഗം ആട്ടെ, മുകളിലേക്ക് വരൂ. നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? പ്ലെയിൻ തിരിച്ചു കൊണ്ടുവരൂ, തിരിച്ചു കൊണ്ടുവരൂ. നിങ്ങൾ അടുത്ത് നിന്നുകൊണ്ട് എന്തിനാ ഫോൺ ചെയ്യുന്ന? എന്താ നിങ്ങളുടെ പ്രശ്നം? പറയൂ, വേഗം പറയൂ. കെട്ടുപെട്ടു, നിങ്ങൾ എവിടെയാ പോയത്? ഞങ്ങൾ ഇവിടെ ഉണ്ട്. എന്നാ വേഗം വരൂ, വന്നെന്റെ കൂടെ പ്ലെയിനിലിരിക്കൂ. പ്രൊഫസർ, കണ്ടില്ലേ ഷേർ സിംഗിന്റെ വാൻ പോകുന്നത്? എങ്ങനെയെങ്കിലും ആ വാനിന്റെ മുകളിൽ കൊണ്ടുപോകണം. ഞങ്ങൾ ചാടിക്കോളാം, പക്ഷെ ഈ പ്രാവശ്യം പ്ലെയിൻ നിർത്തരുത് പ്ലീസ്. ബെസ്റ്റ് ഓഫ് ലക്ക്. വരൂ ഗട്ടു, വരൂ. പിള്ളേരെ, കട്ടൂണ ഒന്ന് നന്നായി സൽക്കരിക്കേ. ഗട്ടു സാറേ, നിങ്ങൾ ലഞ്ചിന് എന്താ കഴിക്കുന്നത്? ഇന്ത്യൻ കോണ്ടിനെന്റൽ അല്ല മറ്റെന്തെങ്കിലും? എടാ മണ്ട, ഞാൻ സൽക്കരിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം അവനെ ഇടിച്ച് ചമ്മന്തി ആക്കാനാണ്. ബോസ്, നിങ്ങൾ സൽക്കരിക്കാൻ പറയുന്നു, പിന്നെ അടിക്കാൻ പറയുന്നു. പറയുന്നത് നിങ്ങളാണ്, പിന്നെ ഞങ്ങളെ ചീത്ത പറയുന്നു. ഓ, നിങ്ങളോട് ഞങ്ങൾ സംസാരിക്കില്ല, നിങ്ങളോട് മിണ്ടില്ല. എടാ, നിന്റെ പിണക്കൊക്കെ പിന്നീട് മതി. വേഗം അവൻ ഇട്ടിയിടേ. ഷേർ സിംഗ്, നിങ്ങളുടെ ഫോർക്ക് ഒന്ന് കൈ പിടിച്ചേ. സമാധാനമായി ഒരു ലഞ്ച് കഴിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്ക് ഈ കട്ടു കയറി വരും. ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. ഷേർ സിംഗ് എങ്ങോട്ട് പോയി? എന്നെ ആരെങ്കിലും രക്ഷിക്കൂ. കട്ടു, എന്നെ ഒന്ന് വന്ന് രക്ഷിക്കേ. ബൈ ബൈ ഷേർ സിംഗ്, പിന്നെ കാണാം. ബൈ. ഇന്നാ പിടിച്ചോ പട്ടു. Catch it. വേഗമോ, നമുക്ക് പോയേക്കാം.
ആ ഗട്ടുവും ബട്ടുവും സയന്റിസ്റ്റിന്റെ ക്ലൗഡ് പ്ലെയിനിൽ കയറിയിരുന്ന് വലിയ ആളാവാൻ നോക്കാണ്. അതിന് ഞാൻ സമ്മതിക്കില്ല. ക്ലൗഡ് കൊണ്ട് തന്നെ ഞാൻ ആ ക്ലൗഡ് പ്ലെയിനോട് പകരം വീട്ടാൻ പോവാണ്. മുള്ളുകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടില്ലേ? ഐഡിയ വേണമല്ലോ, ഐഡിയ ഐഡിയ. ആ ഐഡിയ കിട്ടി. എടാ പിള്ളേരെ, എന്റെ ബുദ്ധിയിൽ ഒരു നല്ല പ്ലാൻ ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട്. ബോസ് വേഗം പറയൂ, എന്താ ഐഡിയ അത്? ഡിസ്റ്റർബ് ചെയ്യല്ലേ. ശ്വാസം നിർത്തിയിട്ട് ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്തിട്ട് എന്നെ ഒന്ന് സമാധാനമായി ചിന്തിക്കാൻ അനുവദിക്കേ. ഇത് ശരിയല്ല. ഇതും വർക്കൗട്ട് ആവില്ല. കിട്ടിപ്പോയി ഐഡിയ കിട്ടിപ്പോയി. എടാ പിള്ളേരെ, നിങ്ങൾ രണ്ടുപേർക്ക് എന്താണ് പറ്റിയത്? ബോസ് നിങ്ങളല്ലേ പറഞ്ഞു ശ്വാസം പിടിച്ചു നിൽക്കാൻ, പിന്നെ പറഞ്ഞില്ലേ ഹാർട്ട് ബീറ്റ് നിർത്താനും. നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയില്ല. എന്റെ പ്ലാൻ കേക്ക്. എടാ പിള്ളേരെ, അവിടുന്ന് നിങ്ങൾക്ക് ഹെലികോപ്റ്റർ കാണാൻ കഴിയുന്നില്ലേ? പക്ഷേ താഴെ നിന്ന് നോക്കിയാ വെറും കാർമേഘങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. അത് നല്ല രസം ഉണ്ടാവില്ലേ? ക്ലൗഡിനെ ഞാൻ ക്ലൗഡ് കൊണ്ട് തന്നെ പകരം വീട്ടാൻ പോവാണ്. ഞാനാണ് ഇൻസ്പെക്ടർ മൻമാണി. എന്നെ കണ്ടാൽ എല്ലാവരും വിറയ്ക്കും. ആർക്കോ വട്ടളകി എന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് തീനോട് കളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഞാനിനി എങ്ങനെ ചായ ഇട്ട് തരാം? സോറി എന്നോട് ക്ഷമിക്കൂ, എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ്. വിശ്രാംപൂരിൽ ഉള്ള ജനങ്ങളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. എനിക്കിപ്പോ ഗതേന്ദ്രനും ബദേന്ദ്രനുമാണ് ആവശ്യം. 1000 വർഷങ്ങളായി അവരെന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അവര് കാരണം എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടു. നീ ആരാണ്? ഞാൻ മേഘരാജനാണ്. മേഘരാജൻ. എനിക്ക് ആ 2 കൂട്ടുകാരും ആവശ്യമാണ്. 1000 കൊല്ലങ്ങൾക്ക് മുൻപ് വിസ്പറി എന്ന മലയിൽ വെച്ച് അവരെന്നെ അപമാനിച്ച് പറഞ്ഞയച്ചു. മിണ്ടിപ്പോകരുത്. എന്നോട് പറഞ്ഞോളൂ മേഘരാജാവേ. സോറി. 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളുടെ റെക്കോർഡ്സ് ഒന്നും പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല. നിങ്ങളെ ആരാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് പകരം തീർത്തത്? എന്നോട് പറ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ ആ 2 കൂട്ടുകാരെ പറ്റി എന്റെ അടുത്ത് പറയണം. അതിനെ കുറിച്ചുള്ള റെക്കോർഡ്സ് എല്ലാം വിസ്പറി ഹിൽസിലാണ് ഉള്ളത്. അവര് കിട്ടിയില്ലെങ്കിൽ ഓടിക്കോ. വരൂ പോയി വിസ്പറി ബിൽസ് എവിടെയാണെന്ന് തരാം. അപ്പോഴും അവരാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മേഘരാജൻ നമ്മൾ എല്ലാവരും കൊന്നുകളയും. എട്ടപ്പെട്ടു സാർ.
ആരാത്? പറ, ആരാത്? ഹലോ, ആരാത്? പറ. മൻവാനി സാറേ, നിങ്ങൾ കാരണമാണ് ഞങ്ങൾ എല്ലാരും ഇവിടെ വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾ ഇങ്ങനെ പേടിക്കരുത് സാറേ. കമോൺ സാർ. ഇവിടെ ഭൂതമുണ്ട്. അവിടെ നിൽക്കൂ. ഞാൻ വരുന്നു. ആദ്യം നിങ്ങളൊക്കെ വഴിയിൽ നിന്ന് മാറ്. എനിക്ക് വേണം ആദ്യം ഓടി രക്ഷപ്പെടാൻ. കാരണം ഞാൻ ഇൻസ്പെക്ടറാണ്. നിങ്ങൾ എല്ലാവരും എന്റെ പുറകിൽ വന്നാൽ മതി. ഓടേണ്ട കാര്യമില്ല. ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിനകത്ത് കാറ്റ് കയറി പോകുന്നത് കൊണ്ട് വേറെ ശബ്ദങ്ങൾ കേൾക്കുന്നതാണ്. പേടിക്കണ്ട, നമ്മുടെ ശബ്ദവും ഇവിടെ എക്കോ ചെയ്യാറുണ്ട്. അതെയോ? എന്നാ ശരി, വാ നമുക്ക് പോയി നോക്കാം. ആ രണ്ടുപേർ ആരാന്ന് നമുക്ക് തിരയാം. ആ മേഘരാജൻ അവരെ കുറിച്ചല്ലേ പറഞ്ഞത്. ഇതാരുടെയാണ്? ഈശ്വരാ, കട്ടു, ബട്ടുയുടെ സിക്സ് സെൻസ് പറയുന്നു ഇവിടെ എന്തോ പ്രശ്നം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. ഓ എന്റെ ബട്ടു, എല്ലാ സ്ഥലത്തും പ്രശ്നം മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് പോകാം. ഇത് ഗട്ടുവും ബട്ടുവും തന്നെയാണ്. ഗത്തേന്ദ്രൻ എന്ന് വെച്ചാൽ ഗട്ടുവും ബത്തേന്ദ്രൻ എന്ന് വെച്ചാൽ ബട്ടുവുമാണ്. നിങ്ങൾ എല്ലാവരും ചെന്ന് അവരെ പിടിച്ച് അവരുടെ കഥ തീർക്ക്. വിടരുത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? 1000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെന്ന്. ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. ബട്ടുവിന്റെ ഉള്ളിലുള്ള ഈ ഡിറ്റക്റ്റീവ് പറയുന്നു ഈ പെയിന്റ് വളരെ ഫ്രഷ് ആണെന്ന്. ഫ്രഷ്. ഇതൊന്നും മണത്ത് നോക്കിയേ. നോക്ക്. എന്റെ ഈശ്വരാ, ഗട്ടു, പെയിന്റ് നനഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ പിടിക്കാൻ വേണ്ടി ഏതോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ഇത് ഷേർ സിംഗ് തന്നെയായിരിക്കും ചെയ്തത് ബട്ടു. ഇനി നമുക്ക് എല്ലാവരോടും പറയേണ്ടി വരും ഗതേന്ദ്രും ബത്തേന്ദ്രും ഗട്ടു ബട്ടു അല്ലെന്ന്. എന്നാലേ അവര് നമ്മളെ വെറുതെ വിടുകയുള്ളൂ. അതെയോ? പക്ഷെ അത് എങ്ങനെ സംഭവിക്കാം? എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് ബട്ടു. ഗതേന്ദ്രനെയും ബതേന്ദ്രനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാരെയും കൊല്ലാൻ പോവാണ്. അനങ്ങിപ്പോകരുത്. സോറി. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ മേഘരാജാവേ, എനിക്ക് ആ ഗട്ടുവിനെയും ബട്ടുവിനെയും അറിയാം. ഞാൻ അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ നിങ്ങളുടെ ഈ കളിയൊന്നും നിർത്തിക്കൂടെ? ഞങ്ങളൊന്ന് സമാധാനിച്ചോട്ടെ പ്ലീസ് സർ. ഇതെന്റെ ഒരു അപേക്ഷയാണ്. ഹലോ മേഘരാജാവേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. വില്ലിത്തരത്തിന്റെ മറ്റൊരു പേര് ഷേർ സിംഗ് എന്നാണ്, മേഘരാജൻ എന്നല്ല. ഞങ്ങൾക്കറിയാം ഷേർ സിംഗേ, ഇത് നിങ്ങൾ തന്നെയാണെന്ന്. താഴേക്ക് നോക്ക്, നിങ്ങളുടെ ഗതേന്ദ്രം ബത്തേന്ദ്രം വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഗത്തേന്ദ്രനും ബത്തേന്ദ്രനും വന്നത്? ഇവരെങ്ങനെയാണ് വന്നത്? അങ്ങനെയാണെങ്കിൽ ഗട്ടുവിനെയും ബട്ടുവിനെയും നമ്മൾ വെറുതെയാണ് പിന്തുടർന്നത്. മാറി നിൽക്കൂ, എല്ലാരും സൈഡിലേക്ക് നിൽക്കൂ. മേഘരാജാവേ, 1000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തോൽപ്പിച്ചതാണ്. ഇന്ന് ഞങ്ങൾ വീണ്ടും നിങ്ങളെ ചാലഞ്ച് ചെയ്യുകയാണ്. വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യൂ. ഭീമന്റെ സഹോദരൻ കീമ, നീ പോ. ഇതിനു വേണ്ടിയാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. പോ വേഗം പോയി അവന്മാരുടെ കഥ കഴിച്ചിട്ട് വാ. ഇവര് ഗട്ടുപൊട്ടു തന്നെയാണ്, വേഷം മാറ്റിയിട്ട് വന്നിരിക്കുക.
എന്റെ പേരാണ് കീമ. ഞാൻ എല്ലാവരെയും അടിച്ച് ചതച്ച് കളയും. വാടാ. കട്ടു, നീ ഇവനെ കണ്ട് പേടിക്കണ്ടട്ടാ. ഈ പട്ടു നിന്റെ പുറകെ തന്നെയുണ്ട്. വേറെ വഴിയില്ലല്ലോ ബട്ടു. ഇനിയാണ് നമ്മളുടെ ഐഡിയ രണ്ടാമത്തെ. വരൂ ബട്ടു. ഏയ്, മുട്ടേ അവിടെ നിക്കേ. പിന്നെ ഞങ്ങൾ ഈ ക്യാരറ്റ് കഴിച്ചു തീർക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ആ കീമയുടെ കൂടെ പോയി ഫൈറ്റ് ചെയ്യണം. ഓക്കേ ഗട്ടു ബോസ്. ഗട്ടു ബോസ്, നിങ്ങളല്ലേ ഫൈറ്റ് ചെയ്യാറുള്ളത് എപ്പോഴും? ഞാൻ ഈ ക്യാരറ്റ് അല്ലേ പിടിക്കാറുള്ളത്. നിങ്ങൾ മാറ്റി പറഞ്ഞിട്ട് എനിക്ക് അടി വാങ്ങി തന്നില്ലേ? എന്നാ പിന്നെ ഈ ക്യാരറ്റ് ഒന്ന് പിടിക്ക്, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ കാല് പോയി. ഇത് നിങ്ങളെ എല്ലാവരെയും അടിച്ച് ഞാൻ ചതയ്ക്കും. You are under arrest. ആരും ഓടാൻ പാടില്ല. ഓടിയാൽ ഞാൻ നിങ്ങളെല്ലാം ഓടി വന്ന് പിടിക്കുന്നതായിരിക്കും. എന്താ ഇത്? ഇതെന്തായി കാണിക്കുന്നത് മന്മാനി സാറ്? എന്താ ഇപ്പൊ ചെയ്യാ? ആഹാ. ഏയ് ഡിഷ്ക. എന്റെ ക്യാരറ്റ്, എന്റെ ക്യാരറ്റിനെ തൊട്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. താങ്ക് യു ബട്ടു. എന്നാ പിന്നെ ഇതും കൂടി പിടിച്ചോ. ഡിഷ്ക. എന്റെ ഗെയിം കൊലമാക്കിയല്ലേ? ഇനി നിങ്ങൾ ആരും രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ഈ ഇതെന്താണ് കാണിക്കുന്നേ? ഗട്ടുബട്ടുവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ മുമ്പിൽ എനിമീസ് ഒന്നുമല്ല.
എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കേ ആരെങ്കിലും എന്നെ രക്ഷിക്കേ വേണ്ട 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 എന്നെ ഒന്നും ചെയ്യല്ലേ ഞാൻ നിന്റെ ബോസാണ് ഞാൻ നിന്റെ ബോസാണ്